എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് ഉപയോഗപ്രദമാകുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 പഠന പ്രവർത്തനങ്ങളാണ്. അപ്പം നമുക്ക് നോക്കാം. പഠന പ്രവർത്തനാനി ബാലകവിതാം താളലയ അനുസാരം ആലപതു. അപ്പം നമ്മൾ പഠിച്ച ഈ ബാലകവിത താളലയം അനുസരിച്ചിട്ട്, താളവും ലയവും ഒക്കെ അനുസരിച്ച് ആലപതു ചൊല്ലു എന്നാണ് പറയുന്നത്. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആശയജ്ഞാനം വേണം, ആശയം മനസ്സിലാക്കണം. ഉച്ചാരണ സ്ഫുടത, സ്ഫുടമായ ഉച്ചാരണം. താളബോധ, താളബോധം ഉണ്ടാവണം. ഇനി നൂതന പദാനി ചിത്വ അർത്ഥം ലിഖതു. എന്താണ്? പുതിയ പദങ്ങൾ ചിത്വ തെരഞ്ഞെടുത്ത് അതിൻ്റെ അർത്ഥം കൂടി എഴുതണം. എങ്ങനെയാണ്? അതിൻ്റെ ശ്രദ്ധേയാഹ അംശാഹ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉചിത പദലേഖനം, ഉചിതമായ പദം എഴുതൽ. ആശയ അവബോധ, ആശയം മനസ്സിലാക്കൽ. പ്രാദേശിക ഭാഷായാം അർത്ഥലേഖനം, മാതൃഭാഷയിൽ അർത്ഥം എഴുതൽ. അപ്പം നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. വിശ്വം ലോകം, നയനം കണ്ണ്, ചരാചരം ജീവനുള്ളതും ജീവനില്ലാത്തതും, അതുലം ഉപമിക്കാനാവാത്തത്, മദീയം എൻ്റെ, നാഗം കായാണ് പറയുന്നത്, നാഗം സ്വർഗം, മഹാജലാഹ വലിയ പർവ്വതങ്ങൾ, ബഹവഹ ധാരാളം, അരണ്യം കാട്, കേദാരം നമ്മൾ വേറൊരു വാക്കും കൂടി പഠിച്ചു, ക്ഷേത്രം, വയൽ, ഉപവനം ഉദ്യാനം, സുഖപ്രദം സുഖം നൽകുന്നത്, കൂപം കിണർ, തടാകം പൊയ്ക, ലത വള്ളി, തരു വൃക്ഷം, വിരാജന്റെ ശോഭിക്കുന്നു, പ്രവാദി വീശുന്നു, പവനഹ കാറ്റ്, സുമഗന്ധവാഹ പൂമണം വഹിക്കുന്നു, കഥ്യോദഹ സൂര്യൻ. ഇപ്പം സൂര്യൻ്റെ വേറൊരു വാക്കാണ് കഥ്യോദഹ. നവം പുതിയ, അംബുഹു ജലം, പരിതഹ ചുറ്റും, സന്നദ്ധാഹ സന്നദ്ധരായവർ. ഇനി നമ്മൾ പഠിക്കേണ്ടത് പ്രയോഗവിശേഷം ജ്ഞാത്വ ഉദാഹരണാനുസാരം വാക്യാനി ലിഖതു എന്നാണ് പറയുന്നത്. പ്രയോഗവിശേഷം മനസ്സിലാക്കിയിട്ട് ഉദാഹരണത്തിനനുസരിച്ചിട്ട് വാക്യം എഴുതൂ എന്നാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ ഉദാഹരണം, ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ തന്നതാണ്. വിദ്യാലയസ്യ പരിതഃ വൃക്ഷാः സന്തി. അപ്പോൾ വിദ്യാലയസ്യ അത് ഷഷ്ടി വിഭക്തിയാണ്. പരിതഃ വരുമ്പോൾ എപ്പോഴും ഉത്തരത്തിൽ ദ്വിതീയ വിഭക്തി വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പം എന്താണ്? വിദ്യാലയസ്യ അതിൻ്റെ ദ്വിതീയ വിഭക്തി വിദ്യാലയം, പരിതഃ വൃക്ഷാः സന്തി. പുഷ്പസ്യ പരിതഃ ഭ്രമരാः സന്തി. പുഷ്പസ്യ എന്ന് പറഞ്ഞാൽ അത് ഷഷ്ടി വിഭക്തിയാണ്. അതിനെ ദ്വിതീയ വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ പുഷ്പം, പരിതഃ ഭ്രമരാः സന്തി. ഗൃഹസ്യ പരിതഃ പ്രകാരാः സന്തി. അപ്പോൾ അത് ഷഷ്ടി വിഭക്തിയാണ് ഗൃഹസ്യ എന്ന് പറയുന്നത്. അതിനെ ദ്വിതീയ വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ ഗൃഹം എന്നായിട്ട് മാറുന്നു. അപ്പം ഗൃഹം പരിതഃ പ്രകാരാः സന്തി. ആരാധനാലയസ്യ പരിതഃ ഭക്താः സന്തി. ആരാധനാലയസ്യ ഷഷ്ടി വിഭക്തിയാണ്. അതിനെ ദ്വിതീയ വിഭക്തിയിലേക്ക് നമ്മൾ മാറ്റണം. ആരാധനാലയം പരിതഃ ഭക്താः സന്തി. അടുത്ത് നോക്കുക. കവിതായാഹ ആശയം സൂചനാനുസാരം ലഘൂപന്യാസ രൂപേണ പരിവർത്തിയ ലിഖതു. അപ്പം കവിതയുടെ ആശയം
താഴെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ലഘുപന്യാസത്തിലേക്ക് മാറ്റി എഴുതാനാണ് പറയുന്നത്. ലഘുപന്യാസം എഴുതാനാണ് പറയുന്നത്. ഇതിൽ പ്രപഞ്ചം ചോദിക്കാം, അല്ലെങ്കിൽ പ്രകൃതി ചോദിക്കാം ഉപന്യാസത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. സമാന ആശയയുക്താനാം ബാലകവിതം സംഭൂഢം രചയതു. ഇതിൽ സമാന ആശയങ്ങൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആ സമാന ആശയങ്ങൾ, ഈ ബാലകവിതയുടെ സമാന ആശയങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സംഭൂഢം രചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രകൃതി ദൃശ്യം വിലിഖ്യ വർണ്ണലേപനം കരോതു. പ്രകൃതി ദൃശ്യങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ അത് നോക്കിയിട്ട് കളറ് കൊടുക്കാനാണ് പറയുന്നത്. ആദ്യം പ്രകൃതിയിൽ കാണപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ വരയ്ക്കുക, എന്നിട്ട് അതിന് കളറ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഉപസർഗങ്ങൾ നോക്കാം. ഇന്നലെ ഞാൻ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ തന്നതാണ്. അപ്പോൾ ഹരതി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് മുമ്പ് പ്ലസ് എന്ന് പറയുന്ന അധികം എന്നുള്ള ചിഹ്നം വരും. അതിന് മുമ്പാണ് നമ്മൾ ഉപസർഗം ചേർക്കുക. അപ്പോൾ പ്ര എന്നുള്ള ഉപസർഗമാണ് ആദ്യത്തേന് ചേർത്തിരിക്കുന്നത്. പ്ര അധികം ഹരതി പ്രഹരതി. അപ്പോൾ പ്രഹരതി എന്നുള്ള വാക്കിൽ നിന്ന് നമ്മൾ ഉപസർഗം എടുത്ത് എഴുതാൻ പറഞ്ഞാൽ പ്ര എന്നുള്ളതാണ് അതിലെ ഉപസർഗം. അടുത്തതും അതെ, ഹരതി എന്നുള്ള വാക്ക് അതിന് മുമ്പ് അധികം അല്ലെങ്കിൽ പ്ലസ് ചിഹ്നം, അതിന് മുമ്പാണ് ഉപസർഗം വന്നിരിക്കുന്നത്. ബി എന്നുള്ളതാണ് ഇവിടുത്തെ ഉപസർഗം. അപ്പോൾ അത് ചേർത്ത് എഴുതുമ്പോൾ വിഹരതി. അപ്പോൾ വിഹരതി എന്നുള്ള വാക്കിൽ നിന്ന് ഉപസർഗം എടുത്ത് എഴുതാൻ പറഞ്ഞാൽ ബി എന്നുള്ളതാണ് അതിൻ്റെ ഉപസർഗം. ഹരതി എന്നുള്ള വാക്ക് അതിന് മുമ്പ് അധികം അല്ലെങ്കിൽ പ്ലസ് ചിഹ്നം അല്ലെങ്കിൽ സമ്മ, അതാണ് അവിടുത്തെ ഉപസർഗമായിട്ട് വരിക. അത് ചേർത്ത് എഴുതുമ്പോൾ സംഹരതി. സംഹരതി എന്ന വാക്കിൽ നിന്ന് ഉപസർഗം എടുത്ത് എഴുതാൻ പറഞ്ഞാൽ അവിടെ സം എന്നുള്ളതാണ്. ആ അധികം ഹരതി. അപ്പം ഹരതി എന്നുള്ള വാക്കിന് മുമ്പ് ഒരു പ്ലസ് ചിഹ്നം അല്ലെങ്കിൽ അധിക ചിഹ്നം വരും. അതിന് മുമ്പാണ് ഉപസർഗം ചേർക്കേണ്ടത്. ആ എന്നുള്ളതാണ് അവിടുത്തെ ഉപസർഗം. അപ്പം അത് ചേർത്ത് എഴുതുമ്പോൾ ആഹരതി. ആ വാക്കിൽ നിന്ന് ഉപസർഗം എടുത്ത് എഴുതാൻ പറഞ്ഞാൽ ആ. ഹരതി എന്നുള്ള വാക്ക് അതിന് മുമ്പ് പ്ലസ് ചിഹ്നം അല്ലെങ്കിൽ അധിക ചിഹ്നം, അതിന് മുമ്പായിട്ട് പരി എന്നുള്ള ഉപസർഗമാണ് വന്നിരിക്കുന്നത്. അത് ചേർത്ത് എഴുതുമ്പോൾ പരിഹരതി. അപ്പം പരി എന്നുള്ളതാണ് ആ വാക്കിലെ നമ്മൾ എടുത്തെഴുതേണ്ട ഉപസർഗം. ഹരതി എന്നുള്ള വാക്കിന് മുമ്പ് പ്ലസ് അല്ലെങ്കിൽ അധിക ചിഹ്നം, അതിന് മുമ്പാണ് ഉപ എന്നുള്ള ഉപസർഗം വന്നിരിക്കുന്നത്. അത് ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് ഉപഹരതി എന്നുള്ളത് കിട്ടും. അപ്പോൾ ഉപഹരതി എന്നുള്ള വാക്കിൽ നിന്ന് ഉപസർഗം എടുത്ത് എഴുതാൻ പറഞ്ഞാൽ ഉപ എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചതാണ് പരിതഹ ഇതി പദസ്യ യോഗ്യ ദ്വിതീയ വിഭക്തിയെ പ്രയോജ്യത. ചോദ്യത്തിൽ നമുക്ക് പരിതഹ എന്നുള്ള വാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പദം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമ്മൾ ദ്വിതീയ വിഭക്തി മാത്രമേ ഉപയോഗിക്കാവൂ. ഇപ്പം ഗ്രാമസ്യ എന്നുള്ള ഷഷ്ടി വിഭക്തി ആയിരിക്കും ചോദ്യത്തിൽ ഉണ്ടാവുക. അപ്പം അത് നമ്മൾ ദ്വിതീയ വിഭക്തിയിലേക്ക് മാറ്റുമ്പോഴാണ് ആ ഉദാഹരണം നോക്കൂ. ഗ്രാമം പരിതഹ നദി പ്രവഹതി. ചോദ്യത്തിൽ എന്തായിരിക്കും? ഗ്രാമസ്യ എന്നായിരിക്കും ഉണ്ടാവുക. ഉത്തരത്തിലേക്ക് എഴുതുമ്പോൾ അത് ദ്വിതീയ വിഭക്തിയിലേക്ക് മാറ്റണം. അത് ഗ്രാമം. ഗ്രാമസ്യ എന്നുള്ളത് ഷഷ്ടി വിഭക്തിയാണ്. അതിനെ ദ്വിതീയ വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ ഗ്രാമം. അപ്പം ചന്ദ്രസ്യ പരിതഹ മേഘാഹ ഗച്ഛന്തി. ചന്ദ്രസ്യ എന്നാണ് ചോദ്യത്തിൽ വരിക. അത് ഷഷ്ടി വിഭക്തിയിലാണ്. അതിനെ ദ്വിതീയ വിഭക്തിയിലേക്ക് മാറ്റുമ്പോഴാണ് ചന്ദ്രം പരിതഹ മേഘാഹ ഗച്ഛന്തി. അധ്യാപകസ്യ എന്നാണ് ചോദ്യത്തിൽ ഉണ്ടാവുക. അധ്യാപകസ്യ പരിതഹ ഛാത്രാഹ തിഷ്ഠന്തി. അതിനെ ആൻസറിലേക്ക് മാറ്റുമ്പോൾ അത് ദ്വിതീയ വിഭക്തിയിലേക്ക് അധ്യാപകസ്യ എന്നുള്ള വാക്ക് മാറ്റണം. അപ്പം അധ്യാപകം പരിതഹ ഛാത്രാഹ തിഷ്ഠന്തി. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ കാണാം. അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ ക്ലാസ്സുകൾ അങ്ങനെ നമുക്ക് മാറ്റിയെടുത്ത് തരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കേരള സിലബസിലെ കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് ഉപയോഗപ്രദമാകുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ. ഓക്കെ, താങ്ക് യു.